ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 70. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. നവംബർ 1, 1983. സകല വിശുദ്ധർ. 276. ഏക സൈന്യദളത്തിൻ്റെ നായിക. സ്നേഹസുതരെ, ഈ പറുദീസായിൽ എത്തിച്ചേരുകയും അതിനെ ആനന്ദത്തിൽ നിത്യകാലം പങ്കുകൊള്ളുകയും ചെയ്യുന്ന നിങ്ങളുടെ സഹോദരന്മാർ, ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജോലി പൂർത്തിയാക്കുന്നതിന് അമൂല്യമായ സഹായം നിങ്ങൾക്ക് നൽകുന്നു. ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാളാണ്. നിങ്ങൾ ആനന്ദത്തോടും വിശ്വാസത്തോടും വലിയ പ്രതീക്ഷയോടും കൂടി അവരെ നോക്കണം. നിങ്ങളുടെ ഈ സഹോദരന്മാരിൽ എത്ര പേർ നിങ്ങൾക്കുള്ളതുപോലെ വിഷമതകളിലൂടെ കടന്നുപോയി, അതേ കഷ്ടതകൾ സഹിച്ചു, അതേ ദുഃഖങ്ങളിൽ പങ്കുകൊണ്ടു. മാതാവായ എൻ്റെ ആഹ്വാനം സ്വീകരിക്കുകയും എൻ്റെ വിമല ഹൃദയത്തിന് ആത്മാർപ്പണം ചെയ്യുകയും ചെയ്തു. ഉയരങ്ങളിലുള്ള ഈ സ്ഥലത്ത് അവർ ഒരു വലിയ പ്രകാശമകുടമായി രൂപം കൊള്ളുകയും അത് നിങ്ങളുടെ അമ്മയോടുകൂടെ ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്തുതിക്ക് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഗീതാലാപം ആകുകയും ചെയ്യുന്നു. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ മക്കളെ പോലെ ജീവിക്കുകയും വിധേയത്വത്തോടുകൂടി എന്നെ ശ്രവിക്കുകയും ഞാൻ കാണിച്ചു കൊടുത്ത പാതയിലൂടെ എന്നെ അനുഗമിക്കുകയും ചെയ്തവർ ഇപ്പോൾ എൻ്റെ വിമല ഹൃദയത്തിന് ചുറ്റും ഏറ്റവും പ്രഭാപൂരിതമായ ഒരു കിരീടത്തിൻ്റെ, സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മഹിമയുടെയും കിരീടത്തിൻ്റെ ഘടകങ്ങളായി തീർന്നിരിക്കുന്നു. ഈ വർഷങ്ങളിൽ ജീവിക്കുന്ന എൻ്റെ ഈ മക്കളിൽ എത്രയധികം പേരെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ അവർ നിങ്ങളോട് പൂർവാധികം അടുത്തിരിക്കുന്നു. സ്വർഗീയ നായികയുടെ കീഴിൽ ഒരേ സമരം തന്നെ നടത്തുന്നു. പറുദീസായിലേക്കുള്ള നിങ്ങളുടെ സഹോദരന്മാരുടെയും നിങ്ങളുടെയും രക്ഷ സുരക്ഷിതമാണെന്ന് ഉറപ്പ് ലഭിച്ചെങ്കിലും വ്യക്തിപരമായ ശുദ്ധീകരണത്തിന് വേണ്ടി ശുദ്ധീകരണ സ്ഥലങ്ങളിൽ ആയിരിക്കുന്നവരോടും നിങ്ങളെ എൻ്റെ മാതൃഹൃദയം അസാധാരണമായ ഒരു ജീവിത ഐക്യത്തിൽ നിന്ന് ഇന്ന് ഒന്നിപ്പിക്കുന്നു. എൻ്റെ സൈന്യത്തിൻ്റെ അതിവിപുലമായ ഒരു ഭാഗമാണിത്. എൻ്റെ സൈന്യത്തിൻ്റെ അദൃശ്യമെങ്കിലും ഏറ്റവും വിലപ്പെട്ട ഭാഗമാണിത്. കാരണം ഇപ്പോൾ എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ തന്നെ ശക്തിയും ബലവും അണിഞ്ഞിരിക്കുന്നു. തത്സമയം ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നവർക്ക് അവരുടെ വേദനയാലും ഇടവിടാതെയുള്ള പ്രാർത്ഥനയാലും തങ്ങളുടെ ഹിതം എനിക്ക് നൽകാം. ആകയാൽ നിങ്ങൾ തനിച്ചാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. സ്വർഗത്തിലുള്ള വിശുദ്ധരോടും ശുദ്ധീകരണ സ്ഥലത്തെ ശുദ്ധീകരണത്തിന് വിധേയമായിരിക്കുന്നവരോടുമുള്ള നിങ്ങളുടെ ബന്ധം ശക്തമാക്കുക. അവർ നിങ്ങളുടെ ഏറ്റവും സമീപത്തുണ്ട്. നിങ്ങളുടെ എല്ലാ വൈഷമ്യങ്ങളിലും അവർ കാണുന്നു. എൻ്റെ ശത്രു നിങ്ങൾക്കെതിരെ വയ്ക്കുന്ന ഭീകരമായ കെണികളെപ്പറ്റി അവർ ബോധവാന്മാരാണ്. അവർ നിങ്ങളെ വളരെ ഫലപ്രദമായി സഹായിക്കുന്നു. ഭൂമിയിൽ വിശ്വാസത്തിൻ്റെ അടയാളത്താൽ മുദ്രിതമാക്കപ്പെട്ട ജീവിതം നയിച്ചപ്പോൾ ശേഷം ഇപ്പോൾ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ നിങ്ങളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന എല്ലാവരെയും ഇന്നേ ദിവസം നോക്കുക. എല്ലാ വിശുദ്ധരുടെയും അമ്മയും രാജ്ഞിയും ഞാനാണ്. ഞാൻ ഏക സൈന്യത്തിൻ്റെ നായികയാണ്. ഞാൻ സഭ മുഴുവൻ്റെയും, സമരം ചെയ്യുന്ന സഭയുടെയും വേദനിക്കുന്ന സഭയുടെയും വിജയിയായ സഭയുടെയും അമ്മയാണ്. ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൽ, സഹോദര ഐക്യത്തിൽ നിങ്ങൾ ഒന്നായി നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ വിമല ഹൃദയം സന്തോഷം കൊണ്ട് പ്രകമ്പനം കൊള്ളുന്നു. പറുദീസായിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹോദരന്മാരും ഒന്നു ചേർന്ന് നേരത്തെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നവരോടും ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് പ്രാർത്ഥിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവരോടും കൂടെ നിന്നുകൊണ്ട് ഇന്നു ഞാൻ നിങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നൈജീരിയ, നവംബർ 21, 1983. 277. ആഫ്രിക്കയിലെ റോഡുകളിലുടനീളം. പ്രിയപുത്രന്മാരെ, എൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ അത്ഭുതങ്ങൾ കാണണമെങ്കിൽ എൻ്റെ വിമല ഹൃദയമാകുന്ന ദേവാലയത്തിൽ പ്രവേശിക്കുക. ഇക്കാലത്ത് നിങ്ങളെ നല്ല റോഡിലൂടെ, അതായത് സ്നേഹത്തിൻ്റെയും രക്ഷകനായ ദൈവത്തിൻ്റെ പക്കലേക്കുള്ള തിരിച്ചുവരവിൻ്റെയും മാർഗത്തിലൂടെ നടത്തുന്നതിന് നിങ്ങളുടെ അമ്മ ലോകത്തിൽ എല്ലായിടത്തും ഉത്കണ്ഠാകുലമായ മുന്നറിയിപ്പ് കൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എല്ലായിടത്തും ചെറിയവർക്കും ശുദ്ധഗതിക്കാർക്കും പാവങ്ങൾക്കും
ഹൃദയശുദ്ധിയുള്ളവർക്കും ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഈ പ്രദേശത്തും എൻ്റെ ആഹ്വാനം എത്ര കൃതജ്ഞതയോടും മതിപ്പോടും കൂടിയാണ് ആളുകൾ സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾ കാണുക. ആഫ്രിക്കയിലെ റോഡുകളിൽ എന്നോട് എത്രമാത്രം സ്നേഹമാണ് പ്രകടമാക്കുന്നതെന്ന് നീ കാണുന്നുണ്ട്. വലിയ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടുന്ന വീടുകളിൽ ഇപ്പോൾ ചെളി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന എൻ്റെ ഇവിടുത്തെ മക്കൾ മിക്കപ്പോഴും ആഹാരമോ വസ്ത്രമോ ഇല്ല. വളരെ പുരോഗതി പ്രാപിച്ച രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലായി ആദരവ് ഇവർ എനിക്ക് നൽകുന്നു. തുറന്നതും ആത്മാർത്ഥവുമായ സ്നേഹം, ഉദാരമായ പ്രത്യുത്തരം, അത്യുത്സാഹത്തോടും സംതൃപ്തിയോടും കൂടിയ സഹകരണം, എരിയുന്നതും നിരന്തരവുമായ പ്രാർത്ഥന, ഇവയെല്ലാം അവരിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നു. എത്ര വലിയ തീഷ്ണതയോടെ അവർ വിശുദ്ധ ജപമാല ചൊല്ലുന്നുവെന്ന് നീ കണ്ടിട്ടുണ്ട്. എൻ്റെ സ്വരൂപങ്ങൾ എത്ര ഭക്തിയോടെ അവർ ആദരിക്കുന്നു. അവരുടെ പാവപ്പെട്ട വീടുകളിൽ ഓരോ മുറികളിലും അവർ എന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവർക്ക് ദർശനങ്ങൾ വഴിയും എൻ്റെ മാതൃസാന്നിധ്യത്തിലൂടെയും ഞാൻ എന്നെ തന്നെ ഇനിയും വെളിപ്പെടുത്തും. അവരെ ഞാൻ സഹായിക്കും. അവർക്ക് ആഹാരത്തിനോ വസ്ത്രത്തിനോ കുറവുണ്ടാകാതിരിക്കുന്നതിന് ദൈവപരിപാലനയോട് ഞാൻ അഭ്യർത്ഥിക്കും. സ്വർഗീയ മാതാവ് ഈ അതിവിസ്തൃത ഭൂഖണ്ഡത്തിലെ റോഡുകളിലുടനീളം ഈ ദിവസത്തിലെ പ്രകാശം പ്രവർത്തിക്കുന്നതിന് എൻ്റെ കുഞ്ഞുമകനെ നിന്റെ കണ്ണുകൾ കൊണ്ട് നിനക്ക് കാണാൻ കഴിഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളുടെ സമയം ആഗതമായി. എൻ്റെ മാതൃസ്നേഹം വിജയിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നും എൻ്റെ വിമലഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ സംവിധാനത്തിൻ്റെ സാക്ഷാത്കാരം കൂടുതൽ പുരോഗമിപ്പിക്കും. ആഫ്രിക്ക, ഡിസംബർ 8, 1983. അമലോത്ഭവ തിരുനാൾ 278. നിങ്ങൾക്ക് വേണ്ട ഔഷധം. ഞാൻ അമലോത്ഭവയാകുന്നു. പ്രിയപുത്രന്മാരെ, എൻ്റെ ദൈവമാതൃത്വത്തെ പുരസ്കരിച്ചുകൊണ്ട് ഏറ്റവും പരിശുദ്ധ ത്രിത്വം എന്നെ ഒരു വിശേഷ ആനുകൂല്യത്താൽ അലങ്കരിച്ചുവെന്ന യാഥാർത്ഥ്യത്തെപ്പറ്റി സഭ ഇന്ന് ധ്യാനിക്കുന്നു. മുഴുവൻ സഭയുടെയും ഈ മഹാസന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരുക. ഞാൻ നിങ്ങളുടെ സർവാംഗ സുന്ദരിയായ അമ്മയാണ്. അങ്ങനെ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നു. എൻ്റെ സൗന്ദര്യം നിങ്ങൾ അണിയുന്നതിന് ഞാൻ അഭിലഷിക്കുന്നു. കൃപാവരത്തിൻ്റെയും വിശുദ്ധിയുടെയും നൈർമല്യത്തിൻ്റെയും കന്യാകത്വത്തിൻ്റെയും വഴിയിൽ എന്നെ പിന്തുടരുവാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. നിങ്ങളുടെ ആന്തരിക സൗന്ദര്യത്തെ കളങ്കപ്പെടുത്തുന്നത് പാപമത്രേ. അതുകൊണ്ട് ഇത്ര വലുതായ തിന്മയ്ക്കെതിരെ എല്ലാ ദിവസവും പടവരുതുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ആദിമ ക്രമരാഹിത്യത്തിൻ്റെ അനന്തരഫലമാണ് പാപം. നിർഭാഗ്യമെന്ന് പറയട്ടെ, എന്നെപ്പോലെ ഉത്ഭവിക്കാനും ജനിക്കാനും അങ്ങനെ അമലോത്ഭവരാകുവാനും ആദിപാപം നിങ്ങൾക്ക് പ്രതിബന്ധമായി നിൽക്കുന്നു. ഈ ദുരന്താവകാശ പരിണിത ഫലത്തിൻ്റെ ഭാരവും പേരിക്കൊണ്ടാണ് നിങ്ങളെല്ലാവരും ജനിക്കുന്നത്. ജ്ഞാനസ്നാന സമയത്ത് നിങ്ങൾ അതിൽ നിന്ന് വിമോചിതരായി. എന്നാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ നിങ്ങളിൽ നിലനിന്നു. അത് നിങ്ങളെ ദുർബലരാക്കി. അതുമൂലം ഇപ്പോൾ നിങ്ങൾ പാപത്താൽ വശീകരിക്കപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അതിന് നിങ്ങൾ ഇരയായിത്തീരുകയും ചെയ്യുന്നു. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് പാപത്തെ ഒരു തിന്മയായി അംഗീകരിക്കുകയും കേവലവും പ്രകൃത്യാതീതവുമായ മനസ്താപ പ്രകടനങ്ങളാൽ ഉടനടി പശ്ചാത്തപിക്കുകയുമാണ്. ഇന്ന് എൻ്റെ മക്കളിൽ എത്ര പേരാണ് പാപത്തെ ഒരു നന്മയായി അംഗീകരിക്കുന്നത്? പലപ്പോഴും അതിനെ ഏതോ തിന്മയായി പരിഗണിച്ച് അതിന് സ്വാഗതമരുളുന്നു. തന്മൂലം അത് അവരുടെ ആത്മാക്കളിലും ഹൃദയങ്ങളിലും ജീവിതത്തിലും ചൂഴ്ന്നിറങ്ങുന്നു. അപ്പോൾ അവർ പശ്ചാത്തപിക്കുന്നതിന് കഴിവില്ലാത്തവരും ഈ ഗുരുതരമായ രോഗം ബാധിച്ച് സ്ഥിരമായി അതിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പ്രതിവിധിയായി യേശുവിൻ്റെ കാരുണ്യം നിങ്ങൾ തയ്യാറാക്കിയ മരുന്ന് നിങ്ങൾ കഴിക്കണം. അതാണ് അനുരഞ്ജനത്തിൻ്റെ കൂദാശ അഥവാ കുമ്പസാരം. അടുത്തടുത്തുള്ള കുമ്പസാരത്തിൻ്റെ ആവശ്യകത ഇക്കാലത്തെ പോലെ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്ന് എൻ്റെ മക്കളിൽ അനേകം പേരുടെ ജീവിതങ്ങളിലും മതാഭ്യാസത്തിലും കുമ്പസാരത്തിന് സ്ഥാനം നൽകുന്നില്ല. അത് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ ഒരടയാളമാണ്. പ്രിയ സുധരെ, നിങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ കൂദാശ അതിൻ്റെ പൂർവ്വ പ്രൗഢിയിൽ തിരുസഭയിൽ കൊണ്ടുവരുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പ്രസാദവരത്തിൻ്റെയും ദൈവകാരുണ്യത്തിൻ്റെയും ഈ സ്രോതസ്സിലേക്ക്
എല്ലാ മക്കളെയും കൂട്ടം കൂട്ടമായി ദ്രുതഗതിയിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്തടുത്ത് പോരാ, കഴിയുമെങ്കിൽ ഓരോ ആഴ്ചയിലും കുമ്പസാരത്തിന് പോകാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കുമ്പസാരവേദിയിലേക്ക് നിങ്ങൾ പോകുന്നതിനും ഈ കൂദാശ ആവശ്യമായിരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ലഭ്യമാക്കി കൊടുക്കുന്നതിനും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഈ കൂദാശ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി വിശ്വാസികളെ നല്ലവണ്ണം പഠിപ്പിക്കുക, വിശിഷ്യ അവർ മാരക പാപത്തിലായിരിക്കുമ്പോൾ. ദിവ്യകൃപാവരത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗത്തിലൂടെ ചരിക്കുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട പ്രതിവിധി ഇതാണ്. ഈ വിധം നിങ്ങളുടെ സ്വർഗീയ മാതാവിനെ നിങ്ങൾ അനുഗമിക്കും. അവൾ തൻ്റെ സ്വർഗീയ സൗരഭ്യപ്രവാഹത്തിൽ നിങ്ങളെ തൻ്റെ പിന്നാലെ ആകർഷിച്ചു കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ ക്രാന്തി പ്രചുരിമയാൽ നിങ്ങളും വിഭ്രഷിതരാകും. യേശുവിൻ്റെ ജീവിതം നിങ്ങളുടെ സത്തയിൽ വേരുകൾ ആഴമായി ഇറക്കുകയും ചെയ്യും. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഇന്ന് മാതൃസഹജമായ ഉത്കണ്ഠയോടെ ഞാൻ എല്ലാവരെയും ഉത്ബോധിപ്പിക്കുന്നു. പിശാചിനും അവൻ്റെ വശീകരണത്തിനുമെതിരെ പൊരുതിക്കൊണ്ട് സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗത്തിലൂടെ ചരിക്കുക എന്ന്. വിനാവിളംബരം നിങ്ങളെ ഉപകരണമാക്കിക്കൊണ്ട് വിജയം പ്രാപിക്കുന്നതിന് എനിക്ക് കഴിയും. തൻ്റെ പതിവായ ചതിപ്രയോഗത്താൽ നിങ്ങളെ കെണിയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന നരകസർപ്പത്തിൻ്റെ തലയെ ഞാൻ ചതയ്ക്കും. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുനാമത്തിന് നന്ദി. കർത്താവ് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ വഴി നമ്മളോട് സംസാരിക്കുകയാണ്. വിശുദ്ധ കുമ്പസാരം വഴി നമ്മുടെ വിശുദ്ധിയെ കൂടുതൽ കൂടുതൽ പരിപൂർണമാക്കുന്നതിന് നമുക്ക് അനുദിനം ശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. അമ്മയോട് ചേർന്നുകൊണ്ട് വിശുദ്ധിയിൽ മുന്നേറാൻ നമുക്ക് പരിശ്രമിക്കാം. എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്ന് നമ്മെ പഠിപ്പിച്ച പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധിയിലേക്ക് നമ്മെ അനുദിനം നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെയും ദാനങ്ങളാലും വരങ്ങളാലും ഫലങ്ങളാലും നമുക്ക് നിറയാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സ്നേഹം നമ്മെ വലയം ചെയ്യട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.